എന്തിനാ ഞങ്ങൾ കൊണ്ട് വിടാം. ഈ തണുപ്പത്ത് മഴയും കൊണ്ട് നനഞ്ഞു പോകുന്നത് എന്തിനാ? വാ, ഞങ്ങൾ സഹായിക്കാൻ വന്നേ. ആ, ഒന്നും മിണ്ടാതെ പോയാൽ എങ്ങനാ? ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ? പെണ്ണുങ്ങളെ മാത്രം സഹായിക്കത്തുള്ളൂ, അത് ആണുങ്ങളെ സഹായിക്കും. എന്തുവാ നീ ചേട്ടൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ അവിടെ ഒന്ന് മോഷ്ടിക്കാനല്ല ഇപ്രാവശ്യം ഞാൻ ജയിലിൽ ഇറങ്ങിയത്. ഇനി ഒരിക്കലും മോഷ്ടിക്കരുതെന്ന് തീരുമാനമായിട്ടാണ്. പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ തന്നെ പ്രഭാകരന്റെ കേസിൽ കുടുക്കി. ഞാൻ ലോക്കപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. വീണ്ടും അവനെ പിടികൂടി. എനിക്ക് അവനോട് വൈരാഗ്യം. ഞാനിന്ന് ജീവനോട് ഇരിക്കുന്നത് തന്നെ ആ നല്ല മനുഷ്യന്റെ കാരണം കൊണ്ടാണെന്ന് ചേട്ടൻ അറിയാമോ? ചിറ്റപ്പൻ എന്നെ ബേബിച്ച മുതലാളിക്ക് വിൽക്കാൻ നോക്കി. അവിടെ നിന്ന് ഓടിപ്പോന്ന ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ കാരണം പ്രഭാകരൻ സാറിനെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറത്താക്കി. പ്രഭാകരനും നീ തമ്മിൽ ഒരു പുതിയ ജീവിതം കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. ചേട്ടൻ എല്ലാം തകർത്തു. ഇനി എനിക്ക് ചത്താ മതി. എല്ലാം കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ നിന്നോട് വേണ്ട, നീ എങ്ങും പോകണ്ട, വരുന്നതൊക്കെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. പ്രഭാകരൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ബുദ്ധി വളരെ കുറവാണ്. ഞാൻ പഠിച്ചിട്ടില്ല. 12ാമത്തെ വയസ്സിൽ തുടങ്ങി ഓട്ടമായത്. വയ്യ, മടുത്തു. എല്ലാം മതിയാക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ പോകണം, അമ്മയും അനിയത്തെയും കാണണം, എന്തെങ്കിലും ഒരു തൊഴിൽ ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് പ്രഭാകരനെ പിടികൂടിയത്. എൻ്റെ ഒരേ ഒരു പെങ്ങളുടെ തലയിൽ തൊട്ട് ഞാൻ പറയുക, ഞാനെല്ലാം മോശം നടത്തിയത് അച്ചുവാണ്. ഞാനത് കണ്ടുപിടിച്ചു. എൻ്റെ വഴിതെറ്റിപ്പോയതുകൊണ്ടാണ് എൻ്റെ അനിയത്തിക്ക് ഗതി വന്നത്. പക്ഷെ പ്രഭാകരനറിയാവോ, ഞാൻ ആദ്യമായി കട്ടത് ഇവക്ക് വേണ്ടി തന്നെയാണ്. ഇവൾ വിശന്ന് കരയുന്ന കാണാൻ ത്രാണിയില്ലാതായപ്പോൾ ഞാൻ കള്ളനായി. എന്റെ ദൈവമേ, പട്ടിണി കിടന്നെന്റെ കുഞ്ഞുങ്ങൾ ചത്തുപോ. പിന്നെയും പിന്നെയും പച്ചവെള്ളം കൊടുത്ത് വയറ്റിളക്കവും പിടിച്ചു. മോൻ വടക്കേരി പോയി ഒരു തുടം പാല് തരാൻ പറ. കുഞ്ഞ് കരയുന്നെന്ന് പറ. പൈസ കൊടുക്കാതെ ഇനി തരില്ലെന്ന് പറഞ്ഞമ്മേ. തങ്കപ്പച്ചേട്ടാ ഒന്ന് വിളിച്ചേ. ഓ, ഇവനങ്ങ് ചെന്നാലേ കാര്യങ്ങൾ നേരെയാവും. തങ്കപ്പച്ചേട്ടാ, ചെക്കൻ ക്ലാസ് എടുത്തോണ്ട് പോകും. വേഗം വന്നു. മോള് കരയല്ലേ? എന്റെ മോളെ ഞാൻ എടുക്കാം. അമ്മ വേഗം കാച്ച്. ഇത് എവിടെ നിന്ന് കിട്ടി മക്കളെ? കേട്ടെ, അമ്മ വേഗം കാച്ച്. എന്നാ മോളെ ഒന്ന് പിടിക്ക. ഇവൻ തന്നെ പട്ടാപ്പകൽ എന്റെ കൺവട്ടത്തിൽ രൂപയോടി. എന്താ ഇത്? എന്താ എന്റെ മോൻ ചെയ്ത്? എന്താണോ? അയ്യോ, അയ്യോ മോനെ. അമ്മ വീണ്ടും തങ്കപ്പൻ നായരെ കണ്ടു. അയാൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അമ്മയ്ക്ക് അയാളോട് തോന്നിയ കടപ്പാടിന് അയാളൊരു വലിയ വില നിശ്ചയിച്ചു. സഹായിക്കാൻ എന്ന പേരിൽ അയാൾ പതിവായി വീട്ടിൽ വരാൻ തുടങ്ങി. കള്ളവാറ്റുകാരൻ തങ്കപ്പൻ നായർ അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങളുടെ വീട്ടിലെ ആളായി മാറി. പിന്നെ അമ്മയുടെ രണ്ടാം ഭർത്താവായി. ഒരു ദിവസം ഒരു നിസാര കുറ്റത്തിന് അയാൾ എന്നെ പൊതിരെ തല്ലി. തടസ്സം പിടിക്കാൻ വന്ന അമ്മയെ വെറുതെ വിട്ടില്ല. എന്റെ ദേഹം മുഴുവൻ പൊട്ടി ചോര കുടിഞ്ഞു. ഇരുട്ടത്ത് എങ്ങോട്ടൊന്നില്ലാതെ ഞാൻ ഓടി. 12ാം വയസ്സിൽ തുടങ്ങിയ തെറ്റ് ഇന്നും തുടരുകയാണ്. പലപ്പോഴും ജയിലിലായി പല കുറ്റങ്ങൾക്കും. പുറത്തു വരുമ്പോഴൊക്കെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു, അമ്മയെയും ഇവളെയും കാണാൻ. പക്ഷെ കള്ളനായ എന്നോട് അവർക്ക് വെറുപ്പായിരുന്നു. തങ്കപ്പൻ നായരുടെ തണലിൽ വളരുന്ന എൻ്റെ പെങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചത് ഏറെ വൈകിയാണ്. പക്ഷെ ഇപ്പോൾ എനിക്കെന്തോ സമാധാനം തോന്നി. ഞാൻ കാരണം പ്രഭാകരൻ്റെ ജീവിതം കൂടി. എല്ലാം ശരിയാവും. വാസു ഇപ്പോൾ എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരണം. ഇൻസ്പെക്ടർ ആശ എന്നെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ എന്നോടൊപ്പം വന്ന എല്ലാ തെറ്റിദ്ധാരണയും മാറും. വരാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണണം. എന്തു സുഖമായിരിക്കും എന്ന് പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കണം. എന്നെ കിട്ടാത്തവരുടെ ദേഷ്യം മുഴുവൻ ചിറ്റപ്പൻ അമ്മയോടാവും കാട്ടുക. നമ്മുടെ അമ്മയെ അയാൾ കൊല്ലാതെ കൊല്ലുന്നുണ്ടാവും. പ്രഭാകര,
ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് നാളെ തന്നെ സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാം. സത്യം. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഇന്ദുവിനെ കരുതി. നീ എന്നെ ചതിച്ചാൽ എനിക്കും നിന്റെ പെങ്ങൾക്കും പിന്നെ ജീവിതമില്ല. അത് നീ മറക്കണ്ട. അനങ്ങി പോരുത്. ഐ വിൽ ഷൂട്ട് യു. ഇനിയും നിരപരാധി ചമയാനാണോ ഭാവം? നോക്കി അവൾ എവിടെയാണോ നിന്ന് നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇതിനകത്ത് പിന്നീട് ഞാൻ തീ വെക്കും. ഇതാ തീപ്പെട്ടി. തീ വെക്കാൻ ഞങ്ങളോട് സഹായിക്കാം. നിങ്ങൾ ആരാ? എന്ത് വേണം? വേണ്ടത് നിന്റെ കൈയും കാലും. നീ തന്നെ മുറിച്ചു തരുന്നോ അതോ ഞങ്ങൾ മുറിച്ചെടുക്കണം? ഇറങ്ങി പോടാ. ഈ തങ്കപ്പനായർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടല്ലേ ഈ മേൽവിലാസം തിരക്കി പിടിച്ച് ഞങ്ങൾ വന്നത്. ഇനി ശരിക്കും പരിചയപ്പെട്ടുള്ള എന്ത് പറഞ്ഞ നീ നടത്തിയ ഭീഷണി വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് നടത്താം. വാതിൽ അടച്ചുപൂട്ടി വീടിന് തീ വെക്കാം. പട്ടി. എടോ, ചൂരത്തം പെണ്ണുങ്ങളോടല്ലോ കാണിക്കേണ്ടത്. അമ്മ ഇനി ഇവിടെ താമസിക്കണ്ട. നമുക്ക് ഇന്ദുവിന്റെ അടുത്തേക്ക് പോകാം. എന്റെ ഇന്ദു മോളോ? അവളാണോ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? അതെ. ഇന്ദു, അമ്മേ, മോളെ, എന്റെ പൊന്നു മോളെ, നിന്നെ കാണാതായപ്പോ അമ്മ ആകെ തളർന്നു പോയി. അമ്മ അകത്തേക്ക് ചെല്ലും. അമ്മ വരും. കൊറേ നേരമായല്ലോ നീ ആലോചിച്ചോണ്ടിരിക്കുന്നേ. എന്താ കാര്യം? അത് ഇന്ദുവിന്റെ അമ്മ കൂടി വന്ന സ്ഥിതിക്ക് ഞങ്ങൾ മൂന്നാളും കൂടി മറ്റൊരു വീട്ടിലേക്ക് മാറിയാലോ എന്ന്. ഓഹോ, ഈ വീട്ടിൽ നിങ്ങൾക്ക് സൗകര്യം പോരാൻ തോന്നുന്നുണ്ടോ? അതല്ല, നീ തെറ്റിദ്ധരിക്കരുത്. എന്നായാലും എനിക്കൊരു വീട് വേണം. അതിന് പെട്ടെന്നൊരു വീട്? ഒരു ചെറിയ വീട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ആയിക്കോളൂ. എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം. തെളിച്ച് പറയടാ, ആ പോലീസുകാരൻ അവളെ കെട്ടിയോ? അയ്യോ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ഇന്ദുവിന്റെ ചേട്ടൻ വാസുവില്ലേ, അവന്റെ പരിചയക്കാരാണ് അയാൾ. ഓഹോ, ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കണ്ട പോലീസുകാരൻ ഇങ്ങോട്ട് വന്നേക്കരുത്. അതിനുവേണ്ടിയല്ല ഞാൻ പണം ഇത്രയും ചെലവാക്കിയത്. ഇല്ല, ആ പോലീസുകാരന്റെ കൈ പെട്ടത് കൊണ്ടാ. ഇല്ലെങ്കിൽ അവൾ എന്നെ മുതലാളിയുടെ മുമ്പ് വന്ന് നിന്നേനെ. എനിക്ക് കുറച്ച് ദിവസം കൂടെ സമയം വേണം. പറയാൻ എനിക്ക് വിഷമമുണ്ട്. പ്രഭാകരനെ 3 മാസത്തേക്ക് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, വാസുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിന്. 2 പ്രാവശ്യം ജീവൻ പണയപ്പെടുത്തി വാസുവിനെ പിടികൂടിയത് ഞാനല്ലേ? അന്ന് എനിക്ക് ഇൻക്രിമെന്റ് ഒന്നും തന്നില്ലല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രസക്തിയില്ല. യു മേ ഗോ. ഞങ്ങള് കാരണം സാറിന്റെ ജീവിതം പാഴായല്ലേ? ഇത് സസ്പെൻഷനാ, ഡിസ്മിസൽ അല്ല. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയിക്കോളാം. സാറ് സാറിന്റെ വീട്ടിൽ പോയി സുഖമായിരിക്കേ. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഈ സാറേ എന്നുള്ള വിളിയൊന്ന് നിർത്തണം. ഇന്ദുവിന്റെ അമ്മയെ എന്റെ അമ്മയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. ഈ ജോലി പോയാലും നിങ്ങളെ രണ്ടുപേരെയും പുലർത്താനുള്ള ആരോഗ്യം എനിക്കുണ്ട്. മോനെ, എന്നെ ഡിസ്മിസ് ചെയ്തപ്പോ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. എന്റെ മോൻ ഈ ഉമ്മാക്കി കണ്ടിട്ടൊന്നും പേടിക്കരുത്. തുമ്മ്യാ തെറിച്ചു പോണ മൂക്ക് നമുക്ക് എന്തിനാണ്? മോളെ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നേക്കണം. ഇത് ഇന്ദുവിന്റെ അമ്മയല്ലേ? എന്താ പേര്? ദേവകി. ദേവകിക്കുട്ടി, നീ എന്റെ അനിയത്തിയ, ഞാൻ നിന്റെ ചേട്ടൻ. ഇവൾ എന്റെ മോന്റെ മുറപ്പെണ്ണ്. എന്റെ അനന്തരവളെ എന്റെ മോ കെട്ടും. ഞാൻ നോക്കട്ടെ. ഓ ഈക്കൊരു 5 രൂപ താടാ. അച്ഛൻ ഇപ്പൊ തന്നെ നന്നായി കുടിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായാൽ ആരെങ്കിലും ചീത്ത വിളിക്കും. വേണ്ട. എന്റെ പൊന്നു മോനല്ലേ, നിന്റെ സസ്പെൻഷൻ അച്ഛനൊന്നും ആഘോഷിക്കട്ടാ. ഇന്ന് കുടിച്ചില്ലെങ്കിൽ ഞാൻ നെഞ്ചു പൊട്ടി ചത്തുപോകും. താട മോനെ. പാത്രത്തിൽ എന്താ മോനെ? അപ്പൂപ്പൻ പോയിക്കോ, ഇതിൽ പരുത്തിക്കുറും പിണ്ണാക്ക.
പോരാ. എടീ, എന്റെ മോനെ നീ സസ്പെൻഡ് ചെയ്യല്ലടി. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി വന്ന് ഈ ചോദ്യത്തിന് സമാധാനം പറ. രാപ്പകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പോലീസുകാരനൊരു അബദ്ധം പറ്റിയ നീ സസ്പെൻഡ് ചെയ്യല്ലടി. എന്താ നിങ്ങളുടെ ഭാവം? മദ്യപിച്ച് ലെക്കിട്ട് സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്തുനിന്ന് എന്ത് തോന്നിയ സാധാരണോ? ഇറങ്ങി പോകുന്നുണ്ടോ? അതോ കേസ് ചാർജ് ചെയ്യണോ? ഇവള് പറഞ്ഞത് കേട്ടാ? ചാർജ് ചെയ്യും പോലും. നീ പോയി ചാർജ് ചെയ്യടി. ആ കേസ് എങ്ങനെ വരുമെന്ന് എനിക്കറിയാം. നരുന്ത് പെണ്ണ്. ഞാൻ കാണാത്ത ഏത് കേസാ ഇവള് കണ്ടിരിക്കണേ? ഇവളെയൊക്കെ ഇൻസ്പെക്ടർ ആക്കിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ഗുണം പിടിക്കുക? കള്ളക്കടത്തുകാരനും കഞ്ചാവ് കൃഷിക്കാരനും ഇവിടെ രാജാക്കന്മാരെ ഹലോ, ഇൻസ്പെക്ടർ ആശാ സ്പീക്കിംഗ്. നിങ്ങൾ ഉടനെ ജീപ്പ് പോയി വീട്ടിലേക്ക് വരണം. അനക്കാൻ പറ്റുമോ? വന്നിട്ട് പറയാം. നമ്മുടെ നാട്ടില് പോലീസ് ഇൻസ്പെക്ടർ ആയിട്ട് ഒരു പെണ്ണ് വേണ്ട. കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഈ പെണ്ണിന് ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച് എന്തറിയാം? നീ എന്താ നോക്കി പേടിപ്പിക്ക ഈർക്കിലി പെണ്ണ്? പോലീസ് സൂപ്രണ്ടിനോട് നുണ പറഞ്ഞു കൊടുത്ത് ഇവളെന്റെ മോൻ പ്രഭാകരനെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചു. ഈ പാട്ടത്തിൽ കൈമള്ള പോലെ. ഈ മനുഷ്യനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കോളൂ. ഞാൻ വന്നിട്ട് വിട്ടാ മതി. പണ്ടങ്ങ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് എന്ത് ധിക്കാരാകാവുന്നോ? അത് സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് കാണണ്ട. ഓ കൈമട്ടും കൂടി വന്നോട്ടെ. നീ വിളിച്ചാൽ ഞാൻ വരും. നീ കുടുംബക്കാരനാ, അല്ലാതെ ഇവളെ പേടിച്ചിട്ടല്ല. അല്ലല്ല, ജീപ്പ് കൊണ്ടുവന്നുണ്ട്. ജീപ്പ് കൊണ്ടുവന്നുണ്ട്. എല്ലാ സൗകര്യത്തോടു കൂടിയാണ്. ഞാനിവിടെ കയറാം. അങ്ങോട്ട് കയറിയട്ടെ. ആ കുറച്ചും കൂടി അങ്ങോട്ട് ഇരുന്ന എനിക്കും കൂടി കയറാം. പോലീസ് സ്റ്റേഷനിലേക്കല്ല, പ്രാന്ത ആസ്പത്രിയിലേക്കാ കളവനെ അയക്കേണ്ടത്. നീ ആരോട് ഈ പ്രതികാരം ചെയ്യുന്നത്? ആ കളവനോടോ അതോ അയാളുടെ മകനോടോ? വാട്ട് യു മീൻ? ഐ മീൻ വാട്ട് ഐ സേ. പ്രഭാകരനെ നിനക്ക് ഇഷ്ടമായിരുന്നു. അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പായപ്പോ നിനക്ക് അയാളോട് ദേഷ്യമായി. പിന്നെ അയാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക മാത്രമായി നിന്റെ ലക്ഷ്യം. ഒരു ചെറിയ കുറ്റം പെരുപ്പിച്ച് കാണിച്ച് പ്രഭാകരനെ നീ സസ്പെൻഡ് ചെയ്യിച്ചു. ആ വയസ്സിനെ ലോക്കപ്പിലും ആക്കി. ആശേ, നീ വളരെ ചെറുതായിപ്പോയി. കൈമളേട്ടാ, എന്താ സാർ? അയാൾ വെറുതെ അടിച്ചു നോക്കിയാ. നീ പോയിക്കോ. ചേട്ടൻ ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ പ്രഭാകരന്റെ കാര്യം കഷ്ടത്തിലാവും. ആ സ്ത്രീ ഒരു മുൻകോപക്കാരിയാ. ചിലപ്പം കേസ് അവളോട് പോവാൻ പറയടാ. അത് ചേട്ടൻ പറഞ്ഞാൽ മതി. അല്ല, ഇത് പകുതിയിലാവിണ്ടല്ലോ. ഇതെന്ന് എത്രാമത്തേതാ? ഇന്ന് ആകെ എത്ര 5 രൂപീസ് കിട്ടി? നീ പോടാ. കൊള്ളാം. പോലീസ് സ്റ്റേഷനിൽ മദ്യം സൂക്ഷിക്കുന്നത് ശരിയല്ല. അതാ ശരി. അതോ, ഈ ഒരു കാര്യം ചെയ്യും. ഒരു 2 ഗ്ലാസും കുറച്ച് വെള്ളവും കൂടെ എടുത്തു. ഒരു ഗ്ലാസ് മതി. അപ്പൊ ചേട്ടൻ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കുടിക്കുകയെ. പഴയ പോലീസുകാരനും പുതിയ പോലീസുകാരും ചേർന്ന് പോലീസ് സ്റ്റേഷൻ ചാരായക്കടയാക്കാണല്ലേ? അത് ഞങ്ങൾ തൊണ്ടി സാധനം. അത് പുറത്തു കളയൂ. കളഞ്ഞാ പിന്നെ എവിഡൻസ് ഇല്ലല്ലോ. കളയാനല്ലേ പറഞ്ഞത്? ഞാൻ അപ്പോഴേ എന്നോട് പറഞ്ഞില്ലേ, പ്രതീക്ഷിക്കാതെ എന്ത് സംഭവിക്കും. കൊണ്ട് കളയും. ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി വിടും. കേസ് ചാർജ് ചെയ്യണ്ട. ഞാൻ തന്നെ പോയിക്കോളാം. നിൽക്കൂ. ഉപദേശിക്കല്ല, അതുകൊണ്ട് പ്രയോജനമില്ലെന്നറിയാം. എനിക്ക് അച്ഛനും അമ്മയില്ല. നിങ്ങളെ എന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പറയാ, ഇങ്ങനെ കുടിച്ച് നശിക്കരുത്. നല്ല ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ആള് നാടിനും വീടിനും കൊള്ളാത്തവനായി കഴിയുന്നത് കാണുമ്പോ കഷ്ടമുണ്ട്. നല്ലൊരു ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്ന് പറഞ്ഞത് ശരിയാ. പക്ഷെ എന്നെ നല്ലവനായിരിക്കാൻ ഇവിടത്തെ ചുറ്റുപാടുകൾ സമ്മതിച്ചില്ല. കൈക്കൂലി വാങ്ങാതെ ആരുടെ മുമ്പിലേയും കുലുങ്ങാതെ ഇരുന്ന ഹെഡ് കോൺസ്റ്റബിൾ കൈമളെ ഇല്ലാത്ത കുറ്റം ആരോപിച്ച് സസ്പെൻഷൻ ട്രാൻസ്ഫറും ചെയ്യിച്ചു. ഞാനതിന് വഴങ്ങില്ല. മേലുദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി 4 വാക്ക് ചോദിച്ചു. പിന്നെ എനിക്ക് കിട്ടിയത് ഡിസ്മിസലായിരുന്നു. ആ കുഞ്ഞു ചെറുപ്പല്ലേ, ഇവിടുത്തെ കളികളൊക്കെ കാണാതിരിക്കണേ ഉള്ളൂ. പോട്ടെ.